അപ്പോൾ നമുക്കിന്ന് ഒരു ഹൈദരാബാദി പനീർ കറിയുടെ റെസിപ്പി നോക്കിയാലോ. നല്ല തിക്ക് ഗ്രേവിയോട് കൂടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു പനീർ കറിയാണ്. അതേസമയം നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന ഒരു പനീർ കറിയേറ്റും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പനീർ കറി. ഇത് മല്ലിയിലയും പുതിനയിലൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു പനീർ കറിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക. നല്ല ടേസ്റ്റാണ്, നല്ല രസമുണ്ട്. അത് ഞാൻ പറഞ്ഞ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ബട്ടറും നമ്മുടെ ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റാവും. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഞാനിവിടെ പനീർ, ഇത് വീട്ടിലുണ്ടാക്കിയ പനീറാട്ടെ. 2 പാക്കറ്റ് മിൽമ പാൽ ഇങ്ങനെ പിരിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അത്യാവശ്യം നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ കുറച്ചും കൂടി ക്യൂബ് കട്ട് ചെയ്തിട്ട് വെച്ചാൽ കുറച്ചും കൂടി ഉണ്ടാവും പനീർ. അപ്പോൾ ആദ്യം ഇതിലേക്ക് സവാള വേണം, പിന്നെ തക്കാളി വേണം, പിന്നെ വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം. വെളുത്തുള്ളി കുറച്ചധികം വേണം കേട്ടോ, ഒരു വലിയ അള്ളി കുറച്ചധികം വേണം. പിന്നെ ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക് കേട്ടോ. സവാള ഒരു 3 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് സവാളയുടെ എണ്ണം കുറയ്ക്കുക കൂട്ടുക എന്തെങ്കിലും ചെയ്യാം. ഞാൻ ഗ്രേവി കുറച്ചും കൂടി ഇങ്ങനെ തിക്കാവാനും വേണ്ടിയിട്ട് കൂടുതലുണ്ടാവും, ക്വാണ്ടിറ്റി കൂടുതലുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഇനി നമുക്ക് എപ്പോഴും നമ്മൾ ഇങ്ങനത്തെയൊക്കെ എപ്പോഴും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഡിഷസൊക്കെ എപ്പോഴും ഓയിലിൽ ചെയ്യണം, സൺഫ്ലവർ ഓയിലിൽ ചെയ്യണം നല്ലത്. അപ്പോൾ ആദ്യം പനീർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട്, എന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര മുരിച്ചെടുക്കുക അങ്ങനെയൊന്നുമല്ല, എന്നാലൊന്നൊരു എന്താ പറയുക, ആ ഒരു ടെക്സ്ചർ മാറിയിട്ടൊന്ന് ഫ്രൈ ആയിട്ടുള്ള രീതിയിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം തീ സിമ്മിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. പനീർ ഫ്രൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. നമ്മൾ ആ ഓയിൽ നന്നായി ഒന്ന് ചൂടായി അതിലിടുമ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ ആ പുറം ഭാഗം അങ്ങനെ ഒന്ന് മുരിഞ്ഞു വരും. അപ്പം തന്നെ നമുക്ക് മറിച്ചിട്ടിട്ട് എടുക്കുക അതിൽ നിന്ന്. പിന്നെ ഇങ്ങനെ കരിയാണ്ട് നോക്കണം കേട്ടോ. പനീറൊക്കെ പെട്ടെന്ന് കരിയണ സാധനങ്ങളാണ്, അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഏകദേശം ആയതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റട്ടെ കേട്ടോ. ഇത്ര മതി, നമ്മൾ ഭയങ്കര മുരിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ഞാൻ പറഞ്ഞ പോലെ ആക്കിയാൽ മതി. അപ്പോൾ അതായതുകൊണ്ട് ഞാനൊന്ന് ഇതിൽ നിന്നൊന്ന് എടുത്ത് മാറ്റട്ടെ കേട്ടോ. അപ്പോൾ ഒക്കെ എടുത്ത് ഫ്രൈ ചെയ്തൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതേ ഓയിലിൽ തന്നെ നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഞാൻ 3 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ ഇത്തിരി ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ്. നിങ്ങൾക്ക് ഇത്ര ക്വാണ്ടിറ്റി ആവശ്യമില്ലെങ്കിൽ സവാളയുടെ എണ്ണം കുറയ്ക്കാം. ഇതിലേക്ക് ഇനി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. സവാളയൊന്ന് മൂത്ത് വരാനാണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായി ഇളക്കി ഒന്ന് ഭയങ്കര മൊരിയേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. ഇതൊക്കെ നമുക്കൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് സവാള. അപ്പോൾ ഏത് രീതിയിൽ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് പെട്ടെന്നാവും. ഇപ്പോൾ കണ്ട ഏകദേശം ഒന്ന് ഇതായി ട്രാൻസ്പെറൻറ്റ് പോലെ ആയിട്ട് ഭയങ്കരമായിട്ട് മൊരിയണ്ട കേട്ടോ. നമ്മൾ മസാലക്കറി വെക്കണ പോലെ മൊരിക്കണ്ട. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. എല്ലാത്തിൻ്റെയും ആ തക്കാളിയും എന്താ പറയുക, വെളുത്തുള്ളിയൊക്കെ പച്ചക്കുത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഇത് ഒക്കെ വാടി വന്നിട്ട് ഏകദേശമൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. എന്നാലൊന്ന് ഇളക്കി കൊടുത്തേ. തക്കാളി ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യേണ്ടത്. തക്കാളി വെന്ത് കിട്ടണം. തക്കാളി വെന്തില്ലെങ്കിൽ പിന്നെ ആ ഒരു കുത്തുണ്ടല്ലോ അത് നിൽക്കും തക്കാളിയുടെ. അപ്പോൾ തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനത് എടുത്ത് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ചൂടാറിയിട്ട് വേണം നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ അതൊന്ന് ചൂടാറട്ടെ.
ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു കസൂരി മേത്തി ഇട്ട് കൊടുക്കണം, കുറച്ചിട്ട് 1 ടീസ്പൂൺ കേട്ടോ. പിന്നെ പുതിനയില അധികം വേണ്ട, മല്ലിയിലയാണ് കുറേ വേണ്ടത്. നമ്മൾ ഒരു കൈപ്പിടി മല്ലിയില വേണം, പുതിനയില കുറച്ച് മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കസൂരി മേത്തി ഒരു ടീസ്പൂൺ കേട്ടോ, 1 ടീസ്പൂണാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ, നന്നായി അരച്ചെടുക്കണം. പിന്നെ അതേ പാനിൽ തന്നെ ഞാൻ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് ഇതിൽ മസാല ഒന്ന് പൊടിച്ച്, ഈ മസാലയിൽ ഞാൻ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള സൈഡിൽ കൊടുക്കാം. ജീരകം, പട്ട, ഏലക്കായ, പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ കരയാമ്പൂ കേട്ടോ, അതൊന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഫ്രൈ ചെയ്തിട്ട് ഇട്ടേന്ന്. നിങ്ങൾക്ക് ഇത് വേറെ ഫ്രൈ ചെയ്തിടേണ്ട ഒരു ആവശ്യമില്ല. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഞാൻ ആ ഓയിലിലേക്ക് മറ്റേ ഗ്രേവിയൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചപ്പോൾ അത് കൂടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഇത് ഇത്തിരി ചാറോട് കൂടി ആയിപ്പോയി. ഇല്ലെങ്കിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട് ആ ഗ്രേവി തിക്കായിട്ട് അരച്ചെടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്കത് ചേർക്കേണ്ട ഒരു ആവശ്യവും ഇല്ല, വേറെ വറക്കണ്ട. അതിൽ തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി ആഡ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾ ഒഴിക്കുമ്പോൾ ഗ്രേവിയിൽ വെള്ളം അധികം ആവാണ്ട് നോക്കുക കേട്ടോ. എന്നിട്ട് ആ ഗ്രേവിയിൽ ഡയറക്റ്റ് മല്ലിപ്പൊടി, മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ വേറെ വറുത്തിടേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് ഇപ്പം ഞാൻ ഒരു എന്താ പറയുക, ഒരു 2-3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, അതാകുമ്പോൾ ഒരു വേറെ ടേസ്റ്റാണ്. പക്ഷേ ഇല്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ട, അല്ലെങ്കിൽ നല്ല തിക്കായി പോകും നമ്മുടെ ഗ്രേവി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ എന്താ പറയുക, വറുത്തിടാണ്ട് നോക്കുക കേട്ടോ. കഴിവതും അധികം വെള്ളമാക്കാണ്ട് പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അത് നന്നായി തിളപ്പിച്ച് എടുത്തിട്ട് നമ്മുടെ പനീർ ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ അബദ്ധം പറ്റാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. പിന്നെ എന്താ പറയുക, അപ്പോൾ ഗ്രേവിയിൽ ഒട്ടും വെള്ളം പാടില്ല കേട്ടോ, ഒട്ടും വെള്ളം ഇല്ലാണ്ട് പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ഓയിൽ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ ഓയിൽ പുറത്തേക്ക് വരും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ ഞാൻ വെള്ളം കുറേ ആയിപ്പോൾ വറ്റിച്ച് വരുമ്പോൾ കുറേ നേരം എടുക്കും, അതുകൊണ്ട് ഞാൻ വേറെ വറുത്ത്. അപ്പോൾ നിങ്ങൾ ആ ഗ്രേവി തന്നെ ഒട്ടും വെള്ളം ഇല്ലാണ്ട് അതിൽ തന്നെ ആ ഓയിലൊന്നും ഇങ്ങനെ പുറത്തേക്ക് വരുന്ന കാണുമ്പോൾ അതിൽ നമ്മുടെ മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ബാക്കിയുള്ള പ്രോസസ്സൊക്കെ അതേപോലെ തന്നെ ചെയ്യുക. പിന്നെ ഒന്ന് അതൊന്ന് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ പനീറൊക്കെ ഇട്ട് നന്നായി ഒന്ന് തിളപ്പിച്ച് കൊടുക്കണം, നന്നായി തിളപ്പിക്കണം കേട്ടോ. ആ പനീറിലേക്ക് പിടിക്കണം. പിന്നെ നമുക്ക് കറി ഞാൻ പറഞ്ഞല്ലോ ഇത്തിരി തിക്കായിട്ട്, ഇങ്ങനെ അധികം ലൂസായിട്ടില്ല, ഇത്തിരി തിക്കായിട്ട് എടുക്കാൻ വേണ്ടി. അപ്പോൾ ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സവാള കൂടുതൽ ഇട്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഈ കറി എടുക്കുമ്പോൾ ഇത്തിരി ഒന്ന് ചൂടാറിയിട്ട് എടുക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. വെന്തപ്പം തന്നെ എടുക്കാണ്ടിരിക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു മധുരം വേണം, അതിന് വേണ്ടിയിട്ടാണ്. താല്പര്യം ഇല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട കേട്ടോ. പനീർ കറി വയ്ക്കുമ്പോഴും ഞാൻ ഇത്തിരി മധുരം ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, ഒരു ഇത്തിരി മധുരത്തിൻ്റെ ടേസ്റ്റ് നിൽക്കും. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ പനീറൊക്കെ നന്നായി, പനീറും പിന്നെ അധികം വേവൊന്നുമില്ലല്ലോ, വേവെന്ന് പറയാനില്ല, എന്നാൽ ആ ഗ്രേവിയിലൊന്ന് കിടന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയില കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പനീർ കറി, ഹൈദരാബാദി സ്റ്റൈൽ പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.